ലോകം വീണ്ടും ഞെട്ടിയിരിക്കുകയാണ്. പക്ഷേ അത് വല്ല ഭൂകമ്പവും കണ്ടിട്ടൊന്നുമല്ല. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗം കേട്ടിട്ടാണ്. ട്രംപ് പറയുന്നത് കേട്ടാൽ തോന്നും ലോകത്തെ സമാധാനം മുഴുവൻ പുള്ളിയുടെ പോക്കറ്റിലാണെന്ന്. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് താനാണെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ നമുക്ക് ചിരിക്കണോ അതോ അത്ഭുതപ്പെടണോ എന്നറിയില്ല. ട്രംപിന്റെ ഈ പുതിയ കഥയും അതിന് പിന്നിലെ സത്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ട്രംപ് പറയുന്നു അദ്ദേഹം മോദിയെയും ഷഹബാസ് ഷെരീഫിനെയും വിളിച്ച ഭീഷണിപ്പെടുത്തിയത്രേ. എന്താണ് ഭീഷണി? നിങ്ങൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന് മേൽ 200% നികുതി ചുമത്തും. ഇത് കേട്ടാൽ തോന്നും ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയിലെ വല്ല സൂപ്പർ മാർക്കറ്റുമാണെന്ന്. ട്രംപിന് ഒരു പ്രത്യേകതയുണ്ട്. പുള്ളി എല്ലാത്തിനെയും പൈസയുമായിട്ടേ കൂട്ടിയിണക്കും. ഒരു രാജ്യം അതിന്റെ അതിർത്തി സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുമ്പോൾ ടാക്സ് കൂട്ടുമെന്ന് കേട്ടാൽ ഉടനെ തോക്ക് താഴെ വെച്ച് ഓടിപ്പോരുമെന്ന് വിശ്വസിക്കാൻ ട്രംപിന് മാത്രമേ സാധിക്കൂ. എന്നാൽ സത്യത്തിൽ മോദിജി ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുന്ന ആളാണോ? ഒരിക്കലുമല്ല. ട്രംപിന്റെ അടുത്ത അവകാശവാദം കേട്ടാൽ പാകിസ്ഥാനികൾ പോലും മൂക്കത്ത് വിരൽ വെക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ട്രംപിനെ വിളിച്ച് കരഞ്ഞുവത്രേ. സാർ, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നു, 3.5 കോടി ജനങ്ങൾ കൊല്ലപ്പെടും, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് ഷെരീഫ് യാചിച്ചെന്നാണ് ട്രംപ് പറയുന്നത്. ഇവിടെ ട്രംപ് ഒരു കാര്യം കൃത്യമായി പറഞ്ഞു. പാകിസ്ഥാൻ പേടിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അവർ പേടിച്ചത് ട്രംപിനെ അല്ല, മറിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ആക്ഷനെയാണ്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ മുന്നൊടിഞ്ഞു എന്നത് വസ്തുതയാണ്. അത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ട്രംപിന് ഒരു കയ്യടി കൊടുക്കാം. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിലാണ് കോമഡി. എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ? ഇന്ത്യയുടെ നയതന്ത്രത്തിലും സൈനിക നീക്കത്തിലും ഇതൊരു പുതിയ ചരിത്രമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അപ്പോൾ തന്നെ മറുപടി നൽകുക എന്ന മോദി സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിരുന്നു ഇത്. മിന്നലാക്രമണത്തെക്കാൾ ശക്തമായ ശത്രുവിന്റെ താവളങ്ങൾ തകർക്കുന്ന രീതി. ഇന്ത്യ ഇത് ചെയ്തത് അമേരിക്കയോട് ചോദിച്ചിട്ടല്ല. ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാൻ മോദിജി എടുത്ത ഉറച്ച തീരുമാനമായിരുന്നു അത്. ആ സമയത്ത് അമേരിക്ക നികുതി കൂട്ടുമെന്ന് പേടിച്ച് പിന്മാറുന്ന ഒരു ഭരണകൂടമല്ല ഇന്ന് ഡൽഹിയിലുള്ളതെന്ന് ട്രംപ് വൈകിയാണെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ട്രംപിന്റെ പ്രസംഗം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിന് മറുപടി നൽകി. ഇന്ത്യ പറഞ്ഞു, മെയ് മാസത്തിലെ ആ സംഘർഷം അവസാനിപ്പിച്ചത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMOമാർ നേരിട്ട് നടത്തിയ ചർച്ചയിലൂടെയാണെന്ന്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ചർച്ച നടന്നു, കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. അതിനിടയിൽ ഈ പറയുന്ന മൂന്നാം കക്ഷിക്ക് ഒരു സ്ഥാനവുമില്ലായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരെയും ഇടപെടുത്താത്ത മോദിയുടെ ആ പഴയ നയം ഇവിടെയും തിളങ്ങി നിൽക്കുന്നു. ട്രംപ് അവിടെ ഇരുന്ന് പേപ്പറിൽ പടം വരയ്ക്കുമ്പോൾ ഇവിടെ മോദിജി നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. താൻ വന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം 24 മണിക്കൂറിൽ നിർത്തും, ഇസ്രായേൽ വിഷയം പരിഹരിക്കും എന്നൊക്കെയാണ് തള്ള്. ട്രംപ് ഇതുവരെ 8 യുദ്ധങ്ങൾ നിർത്തിയത്രേ. 9ാമത്തേത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ട്രംപ് ലോകത്തിന്റെ മൊത്തം പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇന്ത്യയെ പോലെയുള്ള ഒരു വൻ ശക്തിയെ നിയന്ത്രിക്കാൻ നികുതി ഭീഷണി പോരാ എന്ന് ലോകത്തിനറിയാം. മോദിജി നയിക്കുന്ന ഭാരതം ഇന്ന് ലോകത്തിന് വഴികാട്ടിയാണ്, അല്ലാതെ അമേരിക്കയുടെ ഭീഷണി കേട്ട് ഭയപ്പെടുന്ന പഴയ രാജ്യമല്ല. ഇനി നമുക്ക് വസ്തുതകൾ നോക്കാം. 2025 മെയ് മാസം പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളെ ലക്ഷ്യം വെച്ച് പറന്നു. ഇത് കേവലം ഒരു തിരിച്ചടി അല്ലായിരുന്നു, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെ പ്രദർശനമായിരുന്നു. ഈ സമയത്ത് ട്രംപ് എവിടെയായിരുന്നു? പുള്ളി പറയുന്നു പുള്ളി ഫോണിൽ വിളിച്ച് 200% ടാക്സ് അടിക്കുമെന്ന് പേടിപ്പിച്ചെന്ന്. പക്ഷേ ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ ഇരിക്കുന്ന മോദിജി ഇത്തരം ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങുന്ന ആളല്ലെന്ന് ലോകത്തിന് നന്നായി അറിയാം. ഇന്ത്യ യുദ്ധം നിർത്തിയത് അമേരിക്കയുടെ നികുതി പേടിച്ചിട്ടല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യം പൂർത്തിയായതുകൊണ്ടാണ്. ഭീകരതയുടെ വേരുകൾ പിഴുതെറിയാൻ മോദിജി നൽകിയ ഉത്തരവാണ് അവിടെ നടപ്പിലായത്. ഇന്നത്തെ ഇന്ത്യ ട്രംപിന്റെ ആജ്ഞതകൾക്കനുസരിച്ച് നീങ്ങുന്ന രാജ്യമല്ല. മോദിയുടെ കീഴിൽ ഇന്ത്യ ആർജിച്ചെടുത്തത് ഒരു സ്വതന്ത്ര നയതന്ത്രമാണ്. റഷ്യ യുക്രൈൻ വിഷയത്തിലായാലും പാകിസ്ഥാൻ വിഷയത്തിലായാലും ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യ തന്നെ എടുക്കും. ട്രംപിന് നോബൽ സമ്മാനത്തിന് വേണ്ടി എന്തും പറയാം. 8 യുദ്ധമല്ല, വേണമെങ്കിൽ 80 യുദ്ധം നിർത്തിയെന്ന് പുള്ളി പറയും. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ വഴി 3.5 കോടി ജനങ്ങളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ട്രംപ് പോലും അറിയാതെ സമ്മതിക്കുന്നത് മോദിയുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ പവർ എത്ര വലുതാണെന്നാണ്. ഇന്ത്യയുടെ ശക്തി ലോകത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞ ട്രംപിന് ഒരു നോബൽ സമ്മാനമല്ല, ഒരു പത്മശ്രീയെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കുറ്റം പറയാനാകില്ല. ഇനി ട്രംപ് പറഞ്ഞ 20% ടാക്സിന്റെ കാര്യം നോക്കാം.
പാകിസ്ഥാന് മേൽ 200% ടാക്സ് അടിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്രേ. സത്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ അവരുടെ മേൽ 1% ടാക്സ് അടിച്ചാൽ പോലും ആ രാജ്യം പാപ്പരാകും. പിച്ചച്ചട്ടിയിൽ തെണ്ടുന്നവന്റെ അടുത്ത് ചെന്ന് ടാക്സ് കൂട്ടുമെന്ന് പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ട്രംപ് വിചാരിക്കുന്നത് പുള്ളി വെറുതെ ഒന്ന് പേടിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ നാണം കിട്ടു എന്നാണ്. എന്നാൽ മോദിയുടെ നയതന്ത്രം പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്ക് സമാധാന ചർച്ചയ്ക്ക് വരേണ്ടി വന്നത്. ട്രംപ് ഇപ്പോൾ സമാധാന നോബൽ സ്വപ്നം കണ്ട് നടക്കുകയാണല്ലോ. പക്ഷെ ഒരു കാര്യം പുള്ളി ഓർക്കണം, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ഭാരതത്തിലേക്കാണ്. പുടിനോടും മറ്റും ഒരേപോലെ ഇത് യുദ്ധത്തിനുള്ള കാലമല്ല എന്ന് മുഖത്തു നോക്കി പറയാൻ മോദിക്ക് സാധിച്ചിട്ടുള്ളൂ. ട്രംപ് 8 യുദ്ധങ്ങൾ നിർത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ മോദിജി ഒരു യുദ്ധം പോലും തുടങ്ങാതെ തന്നെ ശത്രുക്കളെ നിലയ്ക്ക് നിർത്തുന്ന രീതിയാണ് പയറ്റുന്നത്. ഒരു കാര്യം കൂടി, ട്രംപിന്റെ ഈ പ്രസംഗം ഒരു വലിയ പാഠമാണ്. ഇന്ത്യയെ ലോകം എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ തെളിവാണ്. 3.5 കോടി ജനങ്ങളെ രക്ഷിച്ചു എന്ന് ട്രംപ് പറയുമ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ സമ്മതിക്കുന്നത് ഇന്ത്യയുടെ സൈനിക പ്രഹരശേഷി അത്രത്തോളം വലുതാണെന്നാണ്. ഇതൊരു പുതിയ കാലമാണ്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ പേടിക്കുന്ന ഇന്ത്യ അല്ല ഇത്. ട്രംപിന്റെ ടാക്സ് മന്ത്രം പണ്ടത്തെ അമേരിക്കൻ കോളനികളിൽ നടന്നേക്കാം, പക്ഷേ ആത്മനിർഭർ ഭാരതത്തിൽ അത് നടക്കില്ല. മോദിജി വിദേശ രാജ്യങ്ങളുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോഴും രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. ട്രംപ്, നിങ്ങളുടെ പ്രസംഗത്തിന് നന്ദി. ഞങ്ങളുടെ കരുത്ത് നിങ്ങൾ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞു. പക്ഷേ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന ആ പരിപാടി പണ്ടത്തെ പോലെ ഇവിടെ ചെലവാകില്ല. ഇന്ത്യയുടെ വിജയം ഇന്ത്യയുടെ മാത്രം അധ്വാനമാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിന്റെ ഈ തള്ളലുകൾ ഇവിടേക്കൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു മെഗാ സീരിയൽ പോലെയാണ്. ഇത് ട്രംപിന്റെ ഒരു ശൈലിയാണ്. എല്ലാ കാര്യത്തിലും താനാണ് ഹീറോ എന്ന് വരുത്തി തീർക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ട്രംപിന്റെ ആ വലിയ അവകാശവാദങ്ങളെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രംപ് എന്തിനാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തിന് മുന്നിൽ നോബൽ പ്രൈസ് എന്ന വലിയ ലക്ഷ്യമുണ്ട്. താൻ ലോകത്തിന്റെ രക്ഷകനാണെന്ന് വരുത്തി തീർക്കേണ്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആവശ്യമാണ്. അതിനുവേണ്ടി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പേരും ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നേതാവായ നരേന്ദ്രമോദിയുടെ പേരും ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ട്രംപിന്റെ ഈ വാക്കുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇന്ത്യ ഒരു സൈനിക നീക്കം നടത്തിയാൽ അത് തടയാൻ ലോകശക്തികൾ ഒന്നടങ്ക് രംഗത്തിറങ്ങേണ്ടി വരും എന്ന അവസ്ഥ ഇന്ന് വന്നിരിക്കുന്നു. പണ്ട് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ട്രംപിന്റെ വാക്കുകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത് ഭാരതം വിചാരിച്ചാൽ എന്തും സംഭവിക്കുമെന്ന ഭയമാണ്. മോദിയുടെ നയതന്ത്രം എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല, അത് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള കൃത്യമായ ആക്ഷനുകളാണ്. ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപിന്റെ 200% നികുതി പേടിച്ചിട്ടല്ല, മറിച്ച് ഭാരതം മുന്നോട്ട് വെച്ച നിബന്ധനകൾ പാകിസ്ഥാൻ അംഗീകരിച്ചതുകൊണ്ടാണ്. ഭീകരവാദം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ഇന്ന് ഇന്ത്യക്ക് ഒരു കരുത്തുറ്റ നേതൃത്വമുണ്ട്. അതുകൊണ്ട് ട്രംപ്, നിങ്ങൾക്ക് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഇനിയും ഇത്തരം തള്ളലുകൾ തുടരാം. പക്ഷേ ഒന്ന് മാത്രം ഓർക്കുക, ഇത് പഴയ ഇന്ത്യ അല്ല, ഇത് 2026 നവഭാരതമാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് വാഷിംഗ്ടണിലല്ല, മറിച്ച് ന്യൂഡൽഹിയിലാണ്. ട്രംപിന്റെ ഭാവനയിൽ അദ്ദേഹം 3.5 കോടി ജനങ്ങളെ രക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ കോടിക്കണക്കിന് ഭാരതീയരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഇവിടുത്തെ സൈന്യവും ഇവിടുത്തെ ഭരണകൂടവുമാണ്. ഇനി നിങ്ങളോട് ഒരു കാര്യം, ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ ഒരു തമാശയായിട്ടാണോ അതോ ഇന്ത്യയുടെ വളരുന്ന കരുത്തിനുള്ള അംഗീകാരമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ട്രംപിന് ശരിക്കും സമാധാന നോബൽ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.